ഗൈസ് അപ്പോൾ ദേ വീണ്ടും രണ്ട് പെട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഈ പെട്ടി ഇങ്ങനെ ഇടക്കിടക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള പെട്ടിയാണെന്ന്. അപ്പൊ അതെ, വാങ്ങിയപ്പോ തൊട്ട് ഈ പെട്ടിക്ക് റെസ്റ്റ് ഇല്ല. അപ്പൊ ബാക്കിലൊരുത്തി പഴം തിന്നുന്നുണ്ട്. അപ്പൊ രണ്ട് പെട്ടികളൊക്കെ ആയിട്ട് നമ്മളിതേ ഇറങ്ങി. അപ്പോൾ ഈ തവണത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് ആണ്, കുറച്ച് ദൂരം പോകാനുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ഫ്ലൈറ്റെല്ലാം കയറി പോകണം. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വഴി നമുക്ക് പറയാം. അപ്പോൾ എന്തിനാ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കൂടുതൽ യാത്രകളും ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രുവിൻ്റെ സിനിമയുടെ ആവശ്യമായിട്ടാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയത് സിനിമേൻ്റെ ആവശ്യമായിട്ടാണ്. അപ്പോൾ ഇതും ഇന്ദ്രുവിൻ്റെ സിനിമേൻ്റെ ആവശ്യമായിട്ട് പോകുന്നതാണ്. നമ്മളെ എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് സന്ധ്യയും സബേളിയനൊക്കെ വന്നത്. അപ്പൊ അവരവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും. നമുക്കൊരു ഈ തവണത്തെ യാത്രയില് കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ പറഞ്ഞു ഓ മക്കള് നമുക്കും ഉണ്ട് അങ്ങനെ ഇങ്ങനെ. ഈ തവണത്തെ യാത്രയില് ഞങ്ങളുടെ ഒരു വലിയ സങ്കടമുണ്ട്. വേറൊന്നുമല്ല, അത് പറഞ്ഞല്ലോ എനിക്ക് നമ്മുടെ ദുഗൂസിനെ കൂട്ടാൻ പറ്റാത്തതാണ്. നമ്മുടെ യാത്രകളിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ 4 ആൾ എന്തായാലും ഉണ്ടാവും, അതല്ലെങ്കിൽ ഇവരുണ്ടാവും കൂടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത്തവണത്തെ യാത്രയിൽ കൂട്ടാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. വേറെ ഒന്നുമല്ല, ദുഗൂസിക്ക് സ്കൂളിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് തന്നെ ഇന്ദ്രുവിൻ്റെ ഒപ്പം തന്നെ കുറേ സിനിമ ഷൂട്ടിൽ വന്നിട്ട് ഒരുപാട് സ്കൂളിൽ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ലീവ് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇല്ല, ഒരുപാട് ദിവസങ്ങളില്ല, എന്നാലും ഒരാഴ്ചയാവും നമ്മൾ പോയി തിരിച്ചൊക്കെ വരുമ്പോൾ. അപ്പോൾ ദുഗുവിനെ കൂട്ടാൻ പറ്റാത്ത സാഹചര്യമായി പോയി. അതുകൊണ്ടാണ് കൂട്ടാൻ പറ്റാത്ത. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടാതെ പോവില്ല. അതാണ് എന്റെ മോളെ നിർത്തി. എന്തിനാണെങ്കി ഇങ്ങനെ പറയുന്നത്? കളിക്കാൻ ഇഷ്ടം പോലെ ആരാധ്യൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇവിടെയും അപ്പുറമൊക്കെ ആയിട്ടൊക്കെ നിൽക്കും. ഇടയ്ക്ക് ഇവിടെ അച്ചാമ്മടുത്തും അച്ചാച്ചനടുത്തും വരും. ഇല്ലെങ്കിൽ അവിടെ അമ്മാമ്മേന്റെ അടുത്ത് ഉണ്ണിക്കുട്ടനും ഗോപൂട്ടനൊക്കെ ഉണ്ട്. ഗോപൂട്ടൻ കൂട്ടാൻ വേണ്ടി വന്ന് നിക്കാണ് ദുഗുന. ചില പൊന്നെ വന്ന് ഇതേതാ ചാർജർ? ചില മുത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. എന്റെ മോക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ഗുണം എന്താണെന്നറിയാ, ഒന്നിനും ഷാഢ്യം പിടിക്കൂല. രണ്ടുപേരും നമ്മ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞ് ആദ്യം കൂട്ടാന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നാണ് നമ്മള്. ഇത് മുന്നേ പറഞ്ഞതാ അവര്, ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണ്, കുറച്ച് ദൂരം ഉണ്ട് എന്നൊക്കെ. പക്ഷേ അന്നേ കൂട്ടാന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് കൂട്ടാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയി. ചില പൊന്നിനെ മനസ്സിലാവും. നികി എന്തായാലും ഇത്തവണ കരയൂലെന്നും പറഞ്ഞാൽ നിൽക്കണത്. കാരണം കഴിഞ്ഞ തവണ മക്കളെ നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ തൃശ്ശൂരൊക്കെ ആയിട്ട് 2 ദിവസം ഒരു ട്രിപ്പിന് പോയപ്പോൾ നികിക്ക് കുറച്ച് വിഷമായിട്ട് കരഞ്ഞു. അപ്പൊ അതിലൊരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു. അതെന്താ സംഭവം എന്നറിയാമോ? ഇവളറിയുന്ന ഞങ്ങൾക്കറിയാം. അതായത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 2 മാസം ഗൾഫിൽ പോയി നിൽക്കാൻ ഗ്യാപ്പ് വിടാത്തത് കൊണ്ടാണ് ഇവള് സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫ് ക്യാൻസലാക്കി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ 2 മാസം എന്നെ പിരിഞ്ഞ് നിൽക്കണ്ടേ എന്നുള്ള ഇതിൽ. അപ്പോൾ അങ്ങനെ ഇവളെന്ന് വെച്ചാൽ വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഇവളുടെ അച്ഛനും അമ്മനെയും പിരിയേണ്ടി വന്നിട്ടില്ല. വീടിൻ്റെ തൊട്ടടുത്ത് എല്ലാവരും ഉള്ള ചുറ്റുഭാഗമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മക്കളെ പിരിഞ്ഞൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഷമമാണ്. അത് നിങ്ങൾ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും അത് അഭിനയിച്ച് വീഡിയോ ഒക്കെ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ അതെടുത്തിട്ട് വേണ്ട വീഡിയോ റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ പോകാനൊന്നും. നമ്മളെല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഉണ്ടായപ്പോൾ ആ വീഡിയോ അങ്ങനെ കാണിച്ചു. അത് ഇവള് ഇടണ്ടെന്ന് പറഞ്ഞതാ. ഞാനാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുത്തിട്ടത്. അതിന് തെറ്റുകാരൻ ഞാനാണ്. അപ്പോൾ ഈ തവണ പുള്ളിക്കാരത്തി നേരത്തെ കരഞ്ഞൊക്കെ റെഡിയായി നിൽക്കുകയാണ്. വീഡിയോയിൽ കരയൂലെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വീഡിയോയിലൊക്കെ കരയൂലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആള് പോയി. ഭയങ്കര സങ്കടമായിരിക്കും അവൾക്ക്. സത്യം പറഞ്ഞ ഈ യാത്ര പോവാന്ന് പറഞ്ഞാല് ഒട്ടും സന്തോഷമുള്ള കാര്യത്തിനാ പോണെങ്കിലും ഒട്ടും സന്തോഷമില്ലാണ്ടാണ് അവള് പോകുന്നത്. കാരണം എന്താ പറയാ, അങ്ങനെ ആയിപ്പോയല്ല എന്തായാലും. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് സമയമായി, നമ്മൾ ഇറങ്ങാൻ ടൈമായി. നമുക്ക് 12:50 കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ്. അപ്പൊ ഇറങ്ങാൻ വേണ്ടി പോണ്. അപ്പൊ നമുക്ക് പെട്ടിയൊക്കെ എടുത്ത് എനിക്ക് വാടി ബാക്കി നമുക്ക് പിന്നെ കരയാവാ. മോനെയാ അതെന്തിനാ ഏട്ടൻ അങ്ങനെ പിടിച്ചേ? ഏട്ടൻ സ്നേഹം കൊണ്ട് പിടിച്ചായിരിക്കും. ഇങ്ങനെ പിടിച്ചാ ചോദിക്കാട്ടനോട് കേട്ടാ. എനിക്ക് വാ ഇടേ. ഞാൻ ഇനി ക്യാമറ ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. അവൾക്ക് അറിയുന്നത് എടുക്കാൻ എനിക്ക് കഴിയാത്തോണ്ടാണ്. ഇനി നിങ്ങൾ പിന്നെ അത് പറയണ്ടല്ലോ അവൾ അഭിനയിച്ചാന്ന്. അളിയാ നോക്കിക്കാണ്ട് പെട്ടിയെടുത്ത് വെക്കളിയാ. എന്താളിയാ അളിയനെ യാത്ര കളിയാ. എന്നാ അളിയെ ചെറുത് നോക്കി എടുക്കുന്നു കേട്ടാ. ചങ്ങായി എടുത്ത് വെക്ക. ചാവി എല്ലാം എടുത്തിട്ട് ബാന്ന് ഇറങ്ങിക്കോ നിങ്ങള്. ചാവി എടുത്തിട്ടുണ്ട്, വാ. ഞാൻ ചാവിയെല്ലാം എടുത്തു, ബാ. നിങ്ങൾ ഇറങ്ങിയാൽ മതി ഇങ്ങോട്ട്. എല്ലാം ഓക്കെ അല്ലേ? ഈ എന്റെ പേഴ്സ്, ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സെറ്റല്ലേ?
ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല അപ്പാ കുട്ടിക്കൊന്നുമില്ല. ചില വന്നാട് കേട്ടാ തടകൊണ്ണോ ചിലപ്പോ മതി ഇനി അതിനെ കരയിക്ക്. കരയൊന്നുമില്ല. എന്റെ മോൾക്ക് കരയില്ല എന്ന് പറഞ്ഞത് അല്ലേ ദുഗുഷി? എന്റെ മോൾക്ക് കരയില്ല. സ്കൂളിലെ കുട്ടികളെ കാണുന്ന സ്കൂൾ കുട്ടികളോടൊക്കെ നമുക്ക് അടുത്ത ട്രിപ്പിന് നമ്മ പോവും. ഇങ്ങ വന്നേ. ഓ ഈ വാ. ബാബാ ബാബാ കരഞ്ഞു പോലെ ഇനി അതിനെ കരയിപ്പിക്കല്ല. ഇല്ല കരയിപ്പിക്കണം ബാബാ. ഇല്ല പറയുന്നൊന്നുമില്ല. ബാ 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 ഇറങ്ങി ബാ. അളി ഇതായത് വെച്ചേ അവരവിടെ സെറ്റാക്കട്ടെ. അച്ചാച്ചിന്റെ അച്ചാമ്മയോടും പറഞ്ഞേ പോയിട്ട് വരാട്ടാ അമ്മേ. അച്ഛാ നമ്മള് പോയിട്ട് വരാട്ടാ. കൂട്ടായിട്ട് ദുഗുശയുണ്ട് ഇത്തവണ. അല്ലെങ്കിൽ ദുഗുവിന് ഇവിടുന്ന് പോകുമ്പോ അച്ചാച്ചനെ അച്ചാമ്മനെയും ആക്കി പോകുമ്പോ ഭയങ്കര സങ്കടമാണ്. ഇത്തവണ അങ്ങനെ നിക്ക്. ഇത്തവണ അങ്ങനെ ആട്ടെ അല്ലേ? പോയിട്ട് വരാം. ടാറ്റ. പോട്ടെ മദർ, പോട്ടെ. അങ്ങോട്ട് കൂട്ടാത്തയാണ്. എയർപോർട്ടിലോട്ട് കൂട്ടുന്നില്ല. എയർപോർട്ടിൽ കൂട്ടി കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടല്ലോ ഭയങ്കര ഇടങ്ങേറായി. പോണ്ടമ്മാ, പോട്ടെ. എയർപോർട്ടിൽ കൂട്ടി അവിടെ നിന്ന് കരയും. ഇവിടെ ആകുമ്പോ ഇവരെല്ലാം ഉണ്ട്. അവിടെ ഒറ്റയ്ക്ക് നിന്ന് കരച്ചിൽ കാണാൻ കഴിയില്ല. സജീഷിന്റെ ബർത്ത്ഡേ നാളെ തന്നെ നാളും ഓക്കെ ഓക്കെ എന്നാ ഞങ്ങൾ കയറി കേട്ടോ. സമയം പോയി അതാണ് 11 മണിക്ക്. ഇറങ്ങി ടാറ്റ എല്ലാരോടും. ഇന്ദു കയറുവാ. അല്ലല്ല ഞാനുണ്ട്. നീ കയറണ കയറടി. ദുഗു അവിടെ ഇറങ്ങുന്നുണ്ടാ? ആ ദുഗു അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞാണ് എയർപോർട്ടിൽ വന്നാൽ അവിടെ നിന്ന് കരഞ്ഞിതാക്കും. ടാറ്റ പോലെ അമ്മേ അച്ഛാ. ടാറ്റ. ഇന്ന് വിന്തമ്മേന്റെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടാ. ഇന്നതാ നികിന്റെ പെറ്റമ്മ മരിച്ച ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടാ. ഇവരെല്ലാവരും ഒന്ന് നികിന്റെ പെറ്റമ്മ മരിച്ച ദിവസമാണ്. അതുകൊണ്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇന്ന് തന്നെ പോകേണ്ടി വന്നു. അപ്പൊ നിക്ക് എല്ലാരും കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങി കേട്ടോ. കണ്ടാ ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മച്ചിട്ടുണ്ട്. അമ്മച്ചിട്ടേന്റെ ഒപ്പം അമ്മച്ചിട്ട എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ അമ്മച്ചിട്ടേന്റെ ഒപ്പം നിന്നോട്ടാ. കേട്ടോ ചെറുതേ. നമ്മളെല്ലാരും വിളിച്ചു വരുത്തി ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞിതാ. കൊറേ കുഞ്ഞുങ്ങളുണ്ട്. നമുക്കിവിടെ 1-2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. 12:50 ആയി സമയമായി. എന്നാ പിന്നെ ഇറങ്ങിയാണേ അച്ഛാ അമ്മേ അമ്മായി എല്ലാരോടും കേട്ടാ. ടാറ്റ. പക്ഷേ ഇവിടെ അടുത്ത ആളുകാരെയാണ്. ആള് വേറേതാ കരച്ചിന്റെ ഉസ്താദുകളെ ഇവിടെയൊക്കെ. ശരി എന്നാ നമ്മൾ കയറട്ടെ മാമാ. എന്നാ പോയിട്ട് വരാട്ടാ. ഓക്കെ കരയിപ്പിക്കല്ല ഞങ്ങൾ എല്ലാരും കൂടി. കൂടാ നമുക്ക്. അപ്പൊ എല്ലാരും കൂടാട്ടാ. കേറിക്കോ കേറിക്കോ വേമ്പ. സമയായി 11 മണിയായി. അച്ഛക്കുമ്പോ വിട്ടോ വിട്ടോ. ശരി ഓക്കെ ടാറ്റ ടാറ്റ. ദുഗുനെ നമ്മളങ്ങോട്ടേക്ക് കൂട്ടിയാലാണ് പ്രശ്നം ഉണ്ടാവുക. അവിടെ നിന്ന് ഒറ്റക്ക് ആവുമ്പോ ഇല്ലേ പെട്ടെന്ന് കരയും. ഇവിടെ ആവുമ്പോ എല്ലാരോടും നിൽക്കുമ്പോ നമ്മളിപ്പോ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വേറെ വിഷമം ഉണ്ടാവൂല. അതെ അളിയാ. ഓക്കെ ഓക്കെ അങ്ങനെ വിട്ടുന്നേ. എന്തായാലും നമ്മളെന്നാ പിന്നെ അങ്ങോട്ട് പോട്ടെ. ദുഗുവിന് കൂട്ടാൻ പറ്റാത്തൊരു വിഷമം മാത്രം ഞങ്ങൾക്ക് ഉള്ളു കേട്ടോ. ബാക്കി ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ യാത്രയിൽ. കാരണം നമ്മുടെ ഇന്ദുവിൻ്റെ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് നമ്മൾ പോകുന്നതല്ലേ. സന്തോഷത്തിലാണ് പോകുന്നത് എല്ലാവരും. സങ്കടമൊന്നുമില്ല. പക്ഷെ മോളെ കൂട്ടാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമല്ല. അതിപ്പോ സെറ്റാവും. അതിപ്പോ അവിടെ നിന്ന് അവരൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഒരു ഫോൺ വിളിയൊക്കെ കഴിയുമ്പോൾ അത് സെറ്റായി. പിന്നെ നമ്മളെപ്പോഴും അവരെ കൂട്ടി ഇങ്ങനെ എല്ലാത്തിനും അങ്ങനെ നിന്നും പഠിക്കണ്ടേ. നമുക്ക് ഇതൊരു ശീലം ആവണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ കൂട്ടാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ല പരീക്ഷയും കാര്യങ്ങളും ലീവും ഒക്കെ ഉണ്ട്. പിന്നെ ഈ മാസം തന്നെ 26-ാം തീയതി നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതും ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതിനും കൂട്ടാൻ പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം. അപ്പൊ നോക്കട്ടെ എന്തായാലും നമുക്ക് വഴി അങ്ങോട്ട് ഇനി കാണാം. അപ്പൊ നമ്മള് ഈ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ റൂം
റൂമിൽ എത്തുന്നിടത്തോളം വരെ നമുക്ക് എടുക്കാം. പിന്നെ ഇന്ദ്രുവിൻ്റെ സിനിമയെ പറ്റി നമ്മൾ പറഞ്ഞില്ല. ഇത് നമ്മുടെ സലീം അഹമ്മദ് സാറിൻ്റെ സിനിമ തന്നെയാണ് കേട്ടോ. നമ്മുടെ പത്തേമാരി ആദാമിൻ്റെ മകൻ അബുവൊക്കെ ഡയറക്റ്റ് ചെയ്ത സലീം അഹമ്മദ് സാറിൻ്റെ മൂവിയാണ്. അതിൻ്റെ മുന്നത്തെ ഷെഡ്യൂൾ ഷൂട്ടെല്ലാം നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇപ്പോൾ നമ്മൾ പോയിരുന്നില്ലേ, സൂര്യനെല്ലിയൊക്കെ, അതിൻ്റെ ബാക്കി ഷൂട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈ ബീഹാർ ഷെഡ്യൂൾ നടക്കുന്നത്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മളത് അങ്ങനെ കടക്കുകയാണ് ചെയ്തോട്ടല്ലേ. ദുഃഖവും കൂടി ഈ യാത്രയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മളോടൊപ്പം ഹാപ്പി. മനസ്സിന്റെ ആ ഒരു വിങ്ങൽ അങ്ങ് മാറിക്കിട്ടു. ആ ഒരു വിങ്ങൽ ഇങ്ങനെ അതെന്താ അല്ലേ, നമുക്ക് മക്കളോടുള്ള ആ ഒരു ഇതേ നമുക്ക് ഒരു ഭയങ്കര ഇതാ. നമ്മുടെ അച്ഛനമ്മമാർക്കും ഇങ്ങനെ തന്നെയല്ലേ, നമ്മളോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടെ മനസ്സ് ഇങ്ങനെ വിങ്ങുന്നുണ്ടാവും. അയ്യോ മക്കളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എന്തോ പാസ്വേഡ് എടുക്കേണ്ടി വരും. ഈ സൈഡ് അടുപ്പിച്ചോ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഫുൾ വ്യൂ. നമ്മൾ നമ്മുടെ സ്കിറ്റ് ഷൂട്ട് ചെയ്തിടുന്നു അല്ലേ കളിയ? ഞാൻ പ്രവാസിയായിട്ടുള്ള സ്കിറ്റ്. നിങ്ങൾ എത്ര പേരാ സ്കിറ്റ് കണ്ടിട്ടുണ്ട്? ഞാൻ പ്രവാസിയായിട്ട് തിരിച്ചു വരുന്നത് നീക്കിയൊക്കെ ഭയങ്കര ഇമോഷൻസ്. എന്താ എല്ലാവരും അളിയൻ സർപ്രൈസ് ആയിട്ട് വന്ന അതന്നെ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് സർപ്രൈസ് ആയി പോയി. ഞാനും അളിയനാണ് അതിനകത്ത് പെർഫോം ചെയ്തത് അല്ലേ? ആ സ്കിറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കിറ്റ് ഞാനിവിടെ കൊടുക്കാട്ടോ, അതിന്റെ ലിങ്ക് കൊടുക്കാം, കണ്ടോ. അപ്പൊ എത്തി നമ്മൾ ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മൾ ഇനി ഇതാ പോവാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പെട്ടിയൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. വിട്ടാലെന്നാ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോവാ, തിരിച്ചു പോകുമ്പോൾ നമ്മളിങ്ങോട്ടും പോവാ. എന്നാ പിന്നെ ഓക്കെ, നമ്മൾ മെല്ലെ അങ്ങോട്ട് നീങ്ങാം. എന്നാ ശരി കേട്ടാ. നമ്മൾ മെല്ലെ അങ്ങോട്ട് പോകാം. ബാ ഇന്ദ്രപ്പ വാ, പോവാ നമുക്ക്. എന്നാലും ശരിയടി എന്നാല് കേട്ടാ, വിളിക്കാം. അളിയൻ വണ്ടിയിലുണ്ട്. ഓക്കെ എന്നാ ശരി കേട്ടാ, അങ്ങോട്ട് മൂവ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിനകത്തേക്ക് കയറി. നമ്മൾ എനിക്ക് തോന്നുന്നു അന്നും കണ്ണൂർ തന്നെ വന്നതല്ലേ. ആരുമില്ല കേട്ടാ, വളരെ ഒഴിഞ്ഞ് നിശബ്ദമായി കിടക്കുന്ന നമ്മുടെ കണ്ണൂർ എയർപോർട്ട്. ഇന്ദ്രു ആരുമില്ല അല്ലേ? ഇന്ദ്രുവിന് എന്തൊരു മൂഡ് ഓഫ്? എന്ത് ചേച്ചിനെ കൂട്ടാത്തോണ്ടാ? ഇന്ദ്രുവിന് സങ്കടം വരുന്നു ചേച്ചി ഇല്ലാത്തതുകൊണ്ട്. കുഴപ്പമില്ല, നമ്മൾ വേഗം വരൂലേ. നമ്മളൊരു ദിവസമല്ലേ ഉള്ളൂ, 2 ദിവസമല്ലേ ഉള്ളൂ കേട്ടാ, വിഷമിക്കണ്ട കേട്ടാ. ചേച്ചി നമുക്ക് വീഡിയോ കോൾ ചെയ്യാം കേട്ടാ. ഒന്നുമില്ല, അപ്പം കരയണ്ട, കഴിഞ്ഞു ഒന്നുമില്ല, കരയൊന്നും വേണ്ട, കരയൊന്നും വേണ്ട. അയ്യോ, ഇനി കരയൂല എന്ന് പറഞ്ഞ മോനാന്ന് എൻ്റെ മോൻ അല്ലേ. അത് വാങ്ങാം. ഇന്ദ്രു ബോറടിയെല്ലാം മാറിയാ? എവിടെ അല്ലേ, ഇന്ദ്രുവിന് ബോറടി മാറുന്നില്ല ചേച്ചി ഇല്ലാത്തതുകൊണ്ടെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് വേഗം തിരിച്ചെത്താം, ചേച്ചിനെ കാണാനല്ല. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഗേറ്റ് 14 നമ്മുടെ ഗേറ്റ് 14 നമ്മുടെ ഇതെല്ലാം കിട്ടി. നികി എന്തെല്ലാം നേരത്തെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ കത്രിക, പിന്നെ എന്തെല്ലോ സാധനങ്ങളുണ്ടായി. ഇതെല്ലാവരും പിടിച്ചവിടെ വാങ്ങി വെച്ച്. കത്രിക നഷ്ടപ്പെട്ട്, ഹെഡ്ഫോണിൻ്റെ എന്തോ പിന്നെ നഷ്ടപ്പെട്ടു അല്ലേ എനിക്ക്. ഇതെല്ലാം പോയി. അങ്ങനെ എന്തായാലും നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 12:50 സമയമുണ്ട് നമുക്ക്. 11:30 ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കൂടുതൽ ഇരിക്കണം ഇനി അല്ലേ. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം. ദുഗുനെ വിളിക്കുന്നേ. എന്നാ ഇന്ദ്രുവിന് ദാഹിക്കുന്നുള്ളൂ, ഒരു വെള്ളമെല്ലാം വാങ്ങിക്കൊടുക്കട്ടെ അല്ല ഇന്ദ്രു. ദുഗു അച്ഛരമുത്തേ, മോള് വരാൻ ഞാൻ നന്നായുള്ളൂ. മോള് ഇവിടെ ബോറടിക്കുന്നു നമുക്ക്. അതെല്ലാം കിട്ടി, ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു. അച്ഛനമ്മയും വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ. ഇനി ഫ്ലൈറ്റ് 12:50 കുറേ സമയമില്ലേ, 11:30 ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്ദ്രുവിന് എപ്പോൾ ഈ എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാലും ഇതിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഇന്ദ്രുവിന് ഇതിൽ കയറ്റാൻ വേണ്ടി വന്നതാണ്. എനിക്ക് താഴെയുണ്ട് അല്ലേ ഇന്ദ്രു ഇതിൽ കയറിയിട്ട് ഒന്ന് മോളിൽ കയറി നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങും. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയി. ഇതുമായിട്ടൊക്കെ ഇറങ്ങൂലേ, സെറ്റ് അല്ലേ. നമ്മളിപ്പോൾ 12:30 ആയിട്ടാ. അങ്ങനെ നമ്മളിത് ഇൻഡിക്കോൻ്റെ ബസ്സിലേക്ക് കയറാൻ പോകുന്നു. നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി കിടപ്പുണ്ട്. ഇതിലോട്ട് തുറക്കേ. നമ്മുടെ ഫ്ലൈറ്റ് അത് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് കണ്ട വിമാനം കണ്ട അവൻ പോകുന്നേ. എന്താ ഇന്ദ്രോ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകും. പോവാ പറക്കാം.
നമുക്ക് വിമാനത്തിന്റെ ചിറകൊക്കെ എന്തിനും കണ്ട ചിറകും വാനെല്ലാം കണ്ട ഇന്ദ്രുവിന് വിൻഡോ സൈഡ് അല്ലേ? എൻ്റെ അമ്മ ഇന്ദ്രുവിന് പറക്കുന്നതെല്ലാം കാണാനുള്ള ഫ്ലൈറ്റ് അല്ലേ? അന്നും രാത്രിയല്ലേ കയറിയത്, അന്ന് വരെയൊക്കെ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? രാത്രി മാത്രല്ല നല്ല പൊക്കം ഉണ്ടായിരുന്നു ഇത് കാണാം അല്ലേ? ചേച്ചിക്ക് ഇന്ദ്രു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അടിപൊളിയായിരുന്നല്ലേ? പാവം ചേച്ചി. അപ്പൊ നമ്മുടെ വിൻഡോ പറക്കുമ്പോ കാണാം. താത്തണ്ട പൊക്കി വെച്ചോ. നെഗി ഇവിടെയാണ്. നെഗി അവിടെ ഇരുന്നോട്ടാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളെ കിട്ടാ. ഓക്കെ ഓക്കെ സെറ്റാ. എന്താവുന്നേ? അങ്ങനെ നമ്മൾ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി അല്ലേ? എയർപോർട്ടിലെത്തിയിട്ടില്ല, നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ എത്തി. കേറിക്കോ. നമ്മ വന്ന ഫ്ലൈറ്റ് അതാ. നമ്മുടെ ബോക്സ് അത് അല്ലേ? അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇന്ദ്രു നമ്മ വന്ന ഫ്ലൈറ്റ് ടാറ്റ പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി അല്ലേ? ആദ്യമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നല്ല. എനിക്ക് എല്ലാവരും വിചാരിക്കണ്ടാവും വീഡിയോ ആണെന്നല്ല മീകണ്ട എവിടത്തേക്കാണ് അവർ പോകുന്നതെന്ന്. നമ്മൾ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. ഇനി ബാംഗ്ലൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെന്തായാലും അത് നമ്മളവിടെ ചെന്നിട്ട് പറയാമെന്ന് ഇന്ദ്രു പറഞ്ഞു. അപ്പോൾ ഇന്ദ്രു പറഞ്ഞു അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് പറയാം അല്ലേ? നമുക്ക് ഇനി ഇവിടുന്ന് 5:15 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. മനസ്സിലാവും അല്ലേ? ഇന്ദ്രുവിന് അറിയാമല്ലോ അവിടെ എത്തുമ്പോൾ സ്ഥലമൊക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റൊക്കെ എവിടെയെന്ന് നോക്കട്ടെ. നമുക്കിത് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ പോകണം. എവിടെ പോയാലും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാമോ? ഫുഡ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിക്കാനറിയില്ല. ഇന്ദ്രു പറഞ്ഞതേ നമ്മള് കടയെല്ലാം പരതി KFC നോക്കിയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ KFC ആണ്. നമ്മളിപ്പോ 2 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വേറെ വഴിയൊന്നുമില്ല. നമുക്ക് അവിടെ പോലെ തന്നെ രാവിലെ ഒരു ലേശം ഉപ്മാവും കഴിച്ചിറങ്ങിയതാണ്. ഇപ്പൊ സമയം 3:15. വിശന്നിട്ട് ഒരു ബിരിയാണിക്ക് 520 രൂപ. എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥ. ഇതിനകത്ത് നമ്പർ വെക്കുമ്പോ അവിടെ ചെന്ന് വാങ്ങാം. അപ്പോഴിതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തി മോളെ. മുട്ടയുണ്ട് കേട്ടോ. ബിരിയാണിയില് മുട്ടയുണ്ട്. വലിയൊരു പപ്പടം എന്ന് പറഞ്ഞതിൽ മാത്രം പപ്പടം ഒന്നിൽ പപ്പടം ഇല്ലേ? എന്തായാലും നോക്കട്ടെ. അമ്മോ ബിരിയാണിന്റെ ഒപ്പം എന്തെല്ലോ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിക്കാൻ പറ്റുന്നതാണെന്നാവും. എന്നാ പിന്നെ നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഇവിടെ 5:15 എത്താനായിട്ടുണ്ട്. ഇപ്പം സമയം ഏതാണ്ട് 4:20 അപ്പം ഇനി നമുക്ക് നേരെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് കാണാം. ഇവിടെ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ 6C221 അല്ലേ? ഇത് തന്നെ കേട്ടോ ഗേറ്റ് 30-ലാണ്. അപ്പം എന്നാൽ പിന്നെ നമ്മളിവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. കയറാം അല്ലേ? എന്തായാലും കഴിഞ്ഞ ഫ്ലൈറ്റിൽ കയറണൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചതല്ലേ? അപ്പം ഇനി ഈ ഫ്ലൈറ്റിൽ നിന്ന് കയറണത് കാണിക്കണ്ടല്ലോ പ്രത്യേകിച്ച്. ഇനി നേരെ അവിടെ എത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം അല്ല എന്തൊരു? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് നേരെ ഫ്ലൈറ്റിലോട്ട് പോവാം അല്ലേ? കളഞ്ഞാ ബാബാ. ഈ തവണ എന്തായാലും നമുക്ക് 3 ആൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഫ്ലൈറ്റ് കിട്ടി അല്ലേ? വലിയ ഫ്ലൈറ്റ്. അമ്മയും മോനോട് സൈഡ് സീറ്റിനോട് തല്ലുപിടിക്കുന്ന ഇവിടെ. ആരും തല്ലുപിടിക്കണ്ട, അച്ചിരുന്നോളൂ. അച്ചക്ക വേണ്ടത്. അമ്മ ഇരിക്കട്ടെ കുറച്ച്. അപ്പുറത്തെ കൂടി വേറെ ഫ്ലൈറ്റ് എല്ലാം കാണുന്നുണ്ട്. ഇത് കുറച്ച് വലിയ ഫ്ലൈറ്റ് ആട്ടോ. നേരത്തെ പോലത്തെ അല്ല അല്ലേ? നേരത്തെ കുഞ്ഞു ഫ്ലൈറ്റ്. നേരത്തെ ഫ്ലൈറ്റ് 80 സീറ്റ് ഉള്ളതാണ്. ഞാൻ നോക്കി.
മറ്റേ ഫ്ലൈറ്റിനെക്കാട്ടിയും രസം കുറച്ചും കൂടി ഇതാണ്. രസമുണ്ട്. പക്ഷെ എൻ്റെ അമ്മ പക്ഷെ കുറച്ചും കൂടി നേരത്തെ 80 ആള് പോകുന്നതാണ്. ഇത് ഒരുപാട് ആള് പോകുന്നതാണ്. ഫുള്ളാണ് കുറച്ചും കൂടി ഇഷ്ടം മറ്റേതാട്ടാ. എന്താന്നറിയോ, നമ്മള് പാവം കണ്ണൂരല്ലേ. ഇന്ദ്രവണ്ടി ആരാ? അത് കണ്ണൂരിന്റെ ഫ്ലൈറ്റ് ആണെന്ന് എനിക്ക് നേരത്തെ പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വിട്ടതുകൊണ്ട് അത് കണ്ണൂരിന്റെ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് വിടുന്നോണ്ട് ബാംഗ്ലൂരിന്റെ ഫ്ലൈറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്ന് യാത്ര തുടരാം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം എവിടെയാ ഉള്ളത്, എവിടത്തേക്കാ പോകുന്നതെന്നൊക്കെ. അല്ലേ ഇന്ദ്രു സർപ്രൈസ് ആക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അവിടെ പോയിട്ട് നല്ലോണം അഭിനയിക്കണേ. അഭിനയിക്കൂലേ? അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് വിശദമായിട്ട് നമുക്ക് പറയാം അല്ലേ? ഇതിൽ ഉറങ്ങിയില്ല അല്ലേ? അച്ഛൻ ഉറങ്ങി കേട്ടോ നല്ലോണം. ഞങ്ങളിങ്ങനെ വിൻഡോ സൈഡ് സീറ്റ് ചേഞ്ച് ആയി കളിക്കായിരുന്നു. ഇന്ദ്ര ഇരുന്നു, പിന്നെ നികി അപ്പുറം പോയി. ഇപ്പം ഞാനാണ് വിൻഡോ സൈഡ് ഇരുന്നത്. പക്ഷെ ഞാൻ ഇരുന്നപ്പോഴേക്കും ഒന്നും കാണാൻ പറ്റണ്ടായി, രാത്രിയായി. ഇപ്പം സമയം രാത്രി 8 മണിയാകുമ്പോൾ 7:50 കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ ഇറങ്ങിയട്ടെ. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ബാഗ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കയറിയിട്ടുണ്ടാവില്ല എനിക്ക് ഈ ബാഗ്. ടോയ്ലറ്റിൽ പോണോ? ആ ഇപ്പോൾ പോവാ, എടുത്തിട്ട് പോവാം. എന്നാൽ പോയിക്കോ നിങ്ങൾ, ഞാനപ്പോൾ ബാഗ് എടുത്തോളാം. ഗൈസ്, ഇത്രയും നേരമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടിയിട്ടില്ല. ആ ബാക്കിൽ വരുന്നതാണോ എന്ന് ഡൗട്ടുണ്ട്. ഇതാവാൻ സാധ്യതയുണ്ട്. യെസ്, ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ ഇത് തന്നെ യെസ്. ഓക്കെ, ആ പേര് നോക്കിയേക്കാം. ഇതന്നെയാണ്. യെസ്, സജീഷ് ഇതന്നെ. പോവാ ഉണ്ട്, അവർ കയറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പെട്ടിയെ കിട്ടി, നേരെ അങ്ങനെ പുറത്തോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പോയിണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സ്ഥലം പറയണമെങ്കിൽ ഇന്ദ്രു നമുക്കിനി സ്ഥലം പറഞ്ഞൂടെ? അപ്പം നമ്മൾ വന്നിട്ടുള്ളത് റാഞ്ചിയിലാണ്. റാഞ്ചിയിൽ എന്നാണ് ബിസ്രാമുണ്ട എയർപോർട്ട് അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നത്. ബിസ്രാമുണ്ട എന്നാണ് കണ്ടത്. റാഞ്ചിയിൽ ബിസ്രാമുണ്ട എയർപോർട്ടിലാണ്. റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടിക്കറ്റ് കണ്ടപ്പോഴാണ് ശരിക്ക് ഞാൻ അറിയുന്നത് ഇങ്ങനെ എയർപോർട്ടും ഇതിവിടെ നമ്മുടെ ബീഹാറിലാണ് അല്ലേ? അപ്പം നമ്മൾ രാവിലെ അല്ല ഉച്ചക്ക് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വൈകിട്ട് ബീഹാറിലെത്തി. അതാണ് നമ്മൾ സസ്പെൻസ് ആക്കി വെച്ചത് എവിടത്തേക്കാണെന്ന്. നിങ്ങളെവിടേക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പുറത്തോട്ടാണോ അല്ലേ? അമ്മൂലം വിചാരിച്ചത് അമേരിക്കയിലാണെന്ന് പോലും. രജിസ്റ്റർ അമേരിക്കയിലായിട്ട് ഷൂട്ട് എന്ന് പറഞ്ഞു പോലും. അമേരിക്കയിലല്ല, ബീഹാറിലാണ്. ബീഹാറിലാണെന്ന് പറഞ്ഞിരുന്നു, നമുക്കറിയായിരുന്നു ബീഹാറിലാണെന്ന്. അപ്പോൾ 2 ഫ്ലൈറ്റ് മാറി കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 200, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയ സമയമല്ല, ഇവിടെ നിന്ന് ഇനി നമ്മുടെ റൂമിലേക്ക് ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് 200 കിലോമീറ്റർ ആയിട്ട് ഉണ്ട് പോലും. അപ്പം നമ്മൾ ഡ്രൈവറും വണ്ടിയൊക്കെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിനെ വിളിച്ചിരുന്നു, അപ്പോൾ പുള്ളി പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. വിളിച്ച് പുള്ളിനെ കണ്ടിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ റൂമിലെത്തിയിട്ട് വിശദമായിട്ട് കാണാം അല്ലേ? നമ്മൾ പുറത്ത് നമ്മുടെ വണ്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏകദേശം 1 മണിയോളം അവിടെ എത്തുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വിളിച്ചപ്പോൾ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ബീഹാറിലെത്താനുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാർ നിക്ക് നമ്മളിപ്പോൾ ബീഹാറിലാണ് നിൽക്കുന്നത്. തോന്നുന്നുണ്ടോ നിനക്ക് ബീഹാറാണെന്നത്? കാണുമ്പോൾ തോന്നുന്നില്ല. കണ്ണൂർ എയർപോർട്ടും എല്ലാവരും പോലെ ബാംഗ്ലൂർ എയർപോർട്ടും എല്ലാം അതുപോലെ തന്നെ എയർപോർട്ട്. ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബീഹാറിലെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകും. രാവിലെ കാണണം. എനിക്കിവിടെ ഡ്രൈവറെ കാത്തേക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്ന അറിയാം? വണ്ടി കാത്തേക്കുമ്പോൾ ആടുജീവിതത്തിൽ പൃഥ്വിരാജിനെയും മറ്റേവനെയും കൂടി ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകുന്നില്ലേ ഡ്രൈവർ? വന്നിട്ട് ഒരു അറബി വന്നിട്ട് വാ കയറിക്കോ, ഇത് തന്നെ വണ്ടി എന്ന് പറഞ്ഞ് പാവങ്ങളെ കയറ്റി കൊണ്ടുപോയിട്ട് മരുഭൂമിയിലേതോ കൊണ്ടുപോയി ആടുജീവിതമായിരുന്നു. അതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത് കൃത്യ വണ്ടി വരൂലേ എനിക്ക്. അപ്പം എന്തായാലും നമ്മുടെ വണ്ടി വന്നു, വണ്ടി കയറി നമ്മളെങ്ങനെ പോയാണ്. ലൈറ്റൊന്നും ഇല്ല അല്ലേ എനിക്ക്? നമ്മുടെ ഭായ് ആണ്. ഭായ് നാം സുനിൽ ഭായ് ആണ് നമ്മുടെ സാരഥി ഇന്ന്. എന്നാൽ പിന്നെ ഇവിടുന്ന് 160 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. 160 കിലോമീറ്റർ ബൈ ധൻബാദ്. ധൻബാദാണ് കേട്ടോ. ധൻബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബീഹാറിൽ ധൻബാദ് ആണല്ലോ നമ്മുടെ ഷൂട്ട് നടക്കുന്ന സ്ഥലം. അപ്പം അങ്ങോട്ടേക്ക് പോട്ടെ, ഇനി നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. ഇവിടെ കണ്ട റോട്ടിലൊക്കെ ഇല്ലേ ഇഷ്ടം പോലെ പശുക്കളാണ് കേട്ടോ. രാത്രിയാണ് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിലേ റോഡ് നിറച്ച് പശുക്കളാണ്. സമയം ഇപ്പോൾ
11:41 കേട്ടോ. നമുക്കിനി ഒരു 10-30 കിലോമീറ്റർ കൂടി ഓടാനുണ്ടെന്നാണ് പറഞ്ഞത്. ധൻബാദ് ഡിസ്ട്രിക്റ്റ് ജില്ല. എന്താ ഞാൻ പറഞ്ഞില്ലേ, പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. റോഡ് ക്രോസ് ആയിട്ട് നിൽക്കുന്ന ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ പണി പാടും. അങ്ങനെ നമ്മൾ നമ്മളുടെ ഹോട്ടലിലെത്തി. ഇവിടെ ഇപ്പോൾ സമയം 12:10 ആവുന്നു. എത്തി. ഇന്ദിര നല്ല ഉറക്കാന്ന്. ഇന്ദിരൻ്റെ വിളിച്ചെണീപ്പിക്കട്ടെ. അപ്പം എന്നാൽ പിന്നെ അങ്ങോട്ട് കയറട്ടെ കേട്ടാ. ഇന്ദിര ഉറക്കല്ല എണീറ്റു. ഉഷാറായി ഇന്ദിര. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ റൂമിലെത്തി അല്ലേ. അങ്ങനെ ഇന്ദിര വന്നിവിടെ ഇരുന്നു. ഇതാണ് നമ്മുടെ ബീഹാറിലെ അല്ലേ ധൻബാദ് അല്ലേ. ധൻബാദിലെ റൂം കൊള്ളാട്ടാ. നല്ല റൂമാണ് അല്ലേ. അടിപൊളി റൂം കേട്ടാ. നല്ലൊരു പീസ്ഫുൾ തോന്നിക്കുന്നുണ്ട്. സമാധാനം തോന്നിക്കുന്ന തരത്തിലുള്ള റൂം. അതെ, ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു പുതിയ ഹോട്ടലാണെന്ന് തോന്നുന്നത്. അധികമായിട്ടില്ലാന്ന് തോന്നുന്നു. നല്ല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ 2 ചെയറുണ്ട്. ടോയ്ലറ്റ് അതും നല്ല കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി 2 ദിവസം ഇവിടെ ആയിരിക്കും നമ്മൾ. പിന്നെ നികി, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട്. നോപ്പന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് ഗിഫ്റ്റ് എനിക്ക്. ഇതെല്ലാം ഞാൻ മുന്നേ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇതും. പിന്നെ ഈ ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ കുറച്ച് മുന്നേ അഡ്വാൻസ് ആയിട്ട് എനിക്ക് തന്നതാണ്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ ആഗസ്റ്റ് 10 നമ്മുടെ പറഞ്ഞ എൻ്റെ ബർത്ത്ഡേ ആദ്യമായിട്ട് നമ്മുടെ കേരളം വിട്ട് പുറത്ത് അല്ല ആദ്യമായിട്ടല്ല. ഗൾഫിലുള്ള സമയത്തൊക്കെ പുറത്തുണ്ട്. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുറത്ത്. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ടൊന്നും ഉണ്ടാവാറില്ല. ഇത്തവണ പിന്നെ ഞങ്ങള് മാത്രമായി. മോളും ഈ പറഞ്ഞ പോലെ അവിടെയായി. അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നുമില്ല. വെറുതെ. അപ്പൊ എല്ലാരും നിങ്ങളൊരു വിശ്വസ് എന്തായാലും എന്റെ ബർത്ത്ഡേ അല്ലേ ഒന്ന് പറഞ്ഞേക്ക്. സജ്ജമോനൊരു വിശ്വസിരിക്കട്ടെ. പിന്നെ ഓക്കെ അപ്പൊ എന്തായാലും ബർത്ത്ഡേ വിഷസ് ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് 12 മണിക്ക് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിലൊരുപാട് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഒരുപാട് നന്ദി. ഇന്ദിരു പറഞ്ഞ് ലിഫ്റ്റ് ചെയ്യുന്ന തന്നെ പറഞ്ഞ് അല്ലേ. എന്നാലും ഒന്നിട്ട് പറഞ്ഞേക്ക്. അച്ചക്ക് ഒരു തന്നേക്ക്. ഒരു മൂടിത്താ. എന്റെ മോളിപ്പോ വീഡിയോ കാണുമ്പോ അവിടെ നിന്ന് പറയുന്നുണ്ടാവും അച്ചക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം പറഞ്ഞ. എനിക്ക് എന്റെ മോളുണ്ടല്ലോ, ആര് ഗിഫ്റ്റ് തന്നില്ലെങ്കിലും എൻ്റെ മോള് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അത് ഇരുന്ന് എന്നെ കാണിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി വരച്ച് എന്തെങ്കിലും ഒരെണ്ണാക്കി അച്ഛ ഐ ലവ് യു ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം പറഞ്ഞ് ആക്കിയിട്ട് ബർത്ത്ഡേ എന്നുകൊണ്ട് തരും. എല്ലാം ദുഗുഷി എന്ത് വരക്കാൻ തുടങ്ങി ആ സമയം തൊട്ട് തരുത്തുണ്ട്. യൂക്കും കൊടുക്കാറുണ്ട്. ഇത്തവണ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ കുറച്ച് ദിവസം മുമ്പ് തന്നെ എന്റെ മോള് പറയുന്നുണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ ആക്കണ്ടെന്നല്ല. ഞാൻ പറഞ്ഞു വേണ്ട മോളെ, എന്റെ മോള് കഷ്ടപ്പെടണ്ടെന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇല്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കും. ഫോണിൽ കാണുമ്പോഴും പറഞ്ഞേ നമുക്ക് അച്ഛന്റെ ബർത്ത്ഡേ ആവാനായില്ലേ എന്തെങ്കിലും സാധനം ആക്കി കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം എന്റെ മുത്ത് മിസ് ദുഗുഷി. അപ്പം എന്തായാലും എന്നാൽ പിന്നെ നമ്മളെ വ്ളോഗ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് റൂം വരെ എത്തിയിട്ട് കാണിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം തൽക്കാലം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് അടിക്കാം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഷൂട്ട് ഇന്ദിരുവിൻ്റെ ബീഹാറിൽ ധൻബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഷൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ആ വ്ളോഗ് എന്തായാലും നമുക്ക് ഇടാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഷൂട്ടിൻ്റെ അതൊക്കെ നമുക്ക് എടുത്തു വെക്കാം. ഷൂട്ടിൻ്റെമായി ബന്ധപ്പെട്ടതെല്ലാം പിന്നീട് ഇടാം. പിന്നാലും ബീഹാറിലെ കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു വ്ളോഗായിട്ട് ബീഹാറിലെ കാഴ്ചകളായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ചെയ്യാം നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും രാത്രി യാത്രയിൽ നിന്നാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് അല്ലേ. ഇങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ. ഏറെക്കുറെ ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദി. ആരൊക്കെയോ കൃത്യം 12 മണിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിഷസ്. അതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കുറേ മുന്നേ നമ്മുടെ റിയ
റിയമോള് ഒരുപാട് മെസ്സേജിലൂടെ ദിവസം ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒരു ഡേയ്സ് ടു ഗോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയമോക്ക് ഏട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു മോളെ. അതുപോലെ തന്നെ ഒരുപാട് പേര്, റിയമോള് മാത്രമല്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് എന്നെ സ്വന്തം ഒരു അനിയനെ പോലെയും ഏട്ടനെ പോലെയും ഒരു ബ്രദറിനെ പോലെയൊക്കെ കണ്ടിട്ട് വിഷസ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു ഒരുപാട് സ്നേഹം. അപ്പോൾ ഓക്കെ, ഓക്കെ ടാറ്റാ.